നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 2ഉം 3ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 36 പരശുരാമചരിതം ശ്ലോകം 2. സത്യം കർത്തുമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമിർഭരം. സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജഃ പിത്രോരഥാ സമ്മതം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. സത്യം കർത്തും അഥ അർജുനസ്യ ചേർത്തിട്ട് കർത്തുമഥാർജുനസ്യ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ച വരം തത് ശക്തി മാത്രാനതം തച്ഛക്തി മാത്രാനതം ഛ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബ്രഹ്മദ്വേഷി ബ്രഹ്മ എന്നുള്ള ഇതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. തത് അഖിലം തത് അഖിലം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നൃപകുലം ഹന്തും ച ഭൂമിർഭരം ഭൂ എന്നുള്ളതും ഭ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയണം. സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ഭൃ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷു അവരജ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. തദാത്മജേഷ്വരജ പിത്രോരഥാ അവിടെയും വിസർഗം. സമ്മതം വിസർഗമില്ലാതെ ചൊല്ലുകയാണെങ്കിൽ സാന്ന് ഡബിളായിട്ട് ചൊല്ലിയാൽ മതി. പിത്രോരഥാ സമ്മതം. അങ്ങനെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സമ്മതം സമ്മതം ദ എന്നാണ്. സത്യം കർത്തുമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷി തദാഖിലം നൃപകുലം ഹന്തും ച ഭൂമിർഭരം. സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജഃ പിത്രോരഥാ സമ്മതം. അടുത്തത് 3ാമത്തെ ശ്ലോകം. ലബ്ധാം നായഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിദുഃ ക്രോധാകുലസ്യാജ്ഞയാ താതാജ്ഞാദികസോദരൈः സമമിമാം ഛിത്വാഥ ശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിഥവരം മാതാ ച തേ ദാദ്വരാൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ലബ്ധാംനായ ഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഗണചതുർദശവയ ചേർത്ത് ചൊല്ലുമ്പോൾ ഗണശ്ചതുർദശവയ ശ്ചാനാവും ചേർത്ത് ചൊല്ലുമ്പോൾ. ഗന്ധർവരാജ്യേ ഗന്ധർവ ഥ എന്നുള്ളത് നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. മനാക്ക് ആസക്താം ചേർത്ത് ചൊല്ലുമ്പോൾ മനാഗാസക്താം കില മാതരം പ്രതി പിതു അവിടെ വിസർഗം, അപ്പോൾ വിസർഗം ചൊല്ലണം. ക്രോധാകുലസ്യാജ്ഞയ ക്രോധ ആകുലസ്യ ആജ്ഞയ ചേർത്തിട്ട് ക്രോധാകുലസ്യാജ്ഞയ. ക്രോധ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ജ്ഞ എന്നുള്ളത് ജ ജ്ഞ എന്നാണ്. താതാജ്ഞാദിക സോദരൈ സമം ഇമാം ചേർത്ത് ചൊല്ലുമ്പോൾ താതാജ്ഞാദിക സോദരൈ സമമിമാം. ജ്ഞ എന്നുള്ളത് ജ ജ്ഞ എന്നാണ്.
സമമിമാം സാന്ന് ഡബിളായിട്ട് ചൊല്ലണം ചേർത്ത് ചൊല്ലുമ്പോൾ. ഛിത്വാ അഥ ചേർത്തിട്ട് ഛിത്വാഥ ഛി എന്നുള്ള അക്ഷരം അതേപോലെ ഥന്നും നന്നായിട്ട് ഊന്നി പറയണം. ശാന്താത് പിതു തേഷാം പിതുസ്തേഷാം. ജീവനയോഗം ആപിഥ ചേർത്ത് ചൊല്ലുമ്പോൾ ജീവനയോഗമാപിഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വരം മാതാ ച തേ അദാത് വരാൻ ചേർത്ത് ചൊല്ലുമ്പം മാതാ ച തേദാദ്വരാൻ ദ്വരാൻ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അദാത് വരാൻ അങ്ങനെ പിരിച്ചു ചൊല്ലണത്. ലബ്ധാം നായഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാകാസക്താം കില മാതരം പ്രതി പിതുഃ ക്രോധാകുലസ്യാജ്ഞയാ. താതാജ്ഞാദികസോദരൈः സമമിമാം ഛിത്വാഥ ശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിഥ വരം മാതാ ച തേദാദ്വരാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.